ഈ ഖുതുബ പരിഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വഹാബികൾ പറയും, ഞങ്ങൾ ഖുർആൻ ഫോളോ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഹദീസ് ഫോളോ ചെയ്യുന്നവരാണ്, ഞങ്ങൾ സ്വഹാബത്തിനെ മാതൃകയായി സ്വീകരിക്കുന്നവരാണ്. എന്നാൽ ഹജ്ജത്തുൽ വിദാഇന് ശേഷം സ്വഹാബത്ത് ഇസ്ലാമിന്റെ പ്രചരണാർത്ഥം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് വർഷം താമസിച്ചിട്ടുണ്ട്, അവിടുന്ന് വിവാഹം ചെയ്തിട്ടുണ്ട്, അവിടെ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ താബിയങ്ങളോ താബിയങ്ങളോ സലഫു സാലിഹ്യങ്ങളോ ഇവരാരെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് അറബിയിലല്ലാത്തൊരു ഭാഷയിൽ ഖുതുബ നടത്തിയതായിട്ട് ചരിത്രത്താളുകളിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഖുതുബയുടെ ഭാഷ അറബിയാണ്. അറബിയിലായെങ്കിൽ മാത്രമേ ഖുതുബ ശരിയാവുള്ളൂ. അതെ, ജുമാ ശരിയാകണമെങ്കിൽ ഖുതുബ ശരിയാകണം. ആ ഖുതുബ ശരിയാകാനുള്ള ഷർത്താണ് ഖുതുബ അറബിയിലായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അറബി അല്ലാത്ത ഭാഷവൽക്കരിച്ച് നമ്മൾ ഖുതുബ നടത്തിയിട്ടുണ്ടെങ്കിൽ ഖുതുബ ശരിയാകുകയില്ല. ഖുതുബ ശരിയായിട്ടില്ലെങ്കിൽ ജുമാ ശരിയാകുകയില്ല. ജുമാ ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതൊക്കെ യാതൊരു അർത്ഥമില്ലാതായി തീരും. ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1924 ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് മുസ്തഫ കമാൽ. അതെ, കമാൽ പാഷയാണ്. ആ കമാൽ പാഷ യൂറോപ്യൻ വൽക്കരിക്കുകയാണ്. അവിടുത്തെ മതത്തെ തച്ചുടക്കി, സ്ത്രീകളെ പുറത്തിറക്കി, സ്ത്രീകളെ അവരുടെ ഔറത്തൊക്കെ തട്ടം ധരിക്കേണ്ട, ഇനി മുതൽ തട്ടം ധരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കിയിട്ട് ഇസ്ലാമിന്റെ എല്ലാ ഷിആറുകളെയും അടയാളങ്ങളെയും തച്ച് തകർക്കുന്ന തരത്തിലാണ് ആ മുസ്തഫ കമാൽ പാഷയുടെ അവിടുത്തെ ഭരണം. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുതുബ അറബിയിലല്ലാത്ത ഭാഷയിൽ നടപ്പിൽ വരുത്തിയത്. ഈ ഒരു കമാൽ പാഷയെയാണ് ഇന്നത്തെ വഹാബികൾ പിന്തുടരുന്നത്. നബിതങ്ങളെയല്ല, സ്വഹാബത്തിനെയല്ല. അവര് ഖുർആൻ ഹദീസ് എന്നൊക്കെ പറയും. ഇവിടെ അവർക്ക് ഖുർആനും ഹദീസ് ഒന്നും വേണ്ട. ഈ ഒരു കാര്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ആളുകളെ വഴിപിഴപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തു വെക്കുന്നത്.